ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്നീ ദിവസത്തിൽ എന്താണ് പ്രത്യേകത? അന്ധകാരം മാറ്റി പ്രകാശമായി മാറുന്ന ദിവസം. വെറുപ്പ് വിദ്വേഷമെല്ലാം സ്നേഹത്തിൻ്റെ രൂപത്തിൽ രൂപപ്പെടുന്ന ദിവസം. ഭാഷകൾ സ്നേഹമയമായി തീരുന്ന ദിവസം. തിരുനാളുകളുടെ തിരുനാള്, പെരുന്നാളുകളുടെ പെരുന്നാള് എന്ന് പറയുന്ന തിരുവുത്ഥാന തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഈശോ ഉത്ഥിതനായി നമുക്ക് നൽകുന്നത് സമാധാനമാണ്. ശിഷ്യഗണങ്ങൾക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് ഈശോ അവരെ അനുഗ്രഹിച്ചു. ശൂന്യവൽക്കരിക്കപ്പെട്ട കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ഈശോ തൻ്റെ അടയാളമുദ്രയായി പുതപ്പിച്ചിരുന്ന തുവാല തന്നെ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ളതും സത്യമാണ്. അതൊരു സാക്ഷ്യമാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങളുടെ അത്ഭുതം കാണാൻ സാധിക്കുമെന്നുള്ളതും ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും സാധിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമാണ് ഉത്ഥിതനായ ഈശോയുടെ തിരുവുത്ഥാനം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. മരണത്തെ പരാജയപ്പെടുത്തി ജീവനിലേക്ക് കടന്ന ഈശോ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കണ്ടതുകൊണ്ട് വിശ്വസിക്കുകയല്ലല്ലോ, കാണാതെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടട്ടെ എന്ന്. ഭാഗ്യവാന്മാരാണെന്ന്. അപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഉത്ഥിതനായ ഈശോയെ അനുഭവിക്കുവാൻ നമുക്ക് തിരുവചനങ്ങളിലൂടെയും കുദാശകളിലൂടെയും സഭയിലൂടെയും ദൈവത്തിൻ്റെ ഛായയിൻ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലൂടെയും കൂടാതെ അഭിഷിക്തരിലൂടെയും ഈശോയുടെ തിരുസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സത്യം, ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയെ നമുക്ക് ആരാധനാ കൂട്ടായ്മയായി കാണാൻ സാധിക്കുന്നുവെങ്കിൽ അത് ലോകമെമ്പാടുമുണ്ട് എന്നുള്ളതുകൊണ്ടും ഇത് ഒരു സത്യമായി പ്രഖ്യാപിക്കുന്നു ഞാൻ. അതനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം ഇന്നിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഉത്ഥിതനായ ഈശോയുടെ സ്നേഹവായ്പകളോടെ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ സ്നേഹം, സമാധാനം, സന്തോഷം, ആനന്ദം എന്നിവ ഉൾക്കൊള്ളുവാനും ഈ തിരുനാളിലൂടെ നമുക്ക് ശക്തി പ്രാപിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.